എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. 2026 എന്ന പുതിയ വർഷത്തെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ ഒരു പുതിയ വർഷം നമ്മളെല്ലാവരും ഓരോ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഒരുപാട് പ്രതിജ്ഞകൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ മനസ്സിൽ എഴുതി വെക്കും. ചിലരാണെങ്കിൽ കടലാസിൽ എഴുതി വെക്കും. ഞാനൊക്കെ എല്ലാ പുതുവർഷങ്ങളിലും ഒരു പുസ്തകത്തിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, എന്തെല്ലാം ചെയ്യണം എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെക്കും. എന്നിട്ട് ജനുവരിയിൽ എഴുതിയത് ഡിസംബറിൽ ഞാൻ തുറന്നു നോക്കും. അതിലെന്തെല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ചു, ഞാൻ സന്തുഷ്ടയാണോ എന്നിങ്ങനെ ഞാൻ സ്വയം ഒരു അവലോകനം നടത്തും. അതിലൊരു 10% മാത്രമേ എനിക്ക് സാക്ഷാത്കരിക്കുവാൻ സാധിച്ചുള്ളൂ എങ്കിലും ഞാൻ തൃപ്തിയോടെ ആ പുസ്തകം അടച്ചു വയ്ക്കും. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു പുസ്തകത്തിൽ ഇന്നതെല്ലാം ചെയ്യണം എന്ന് എഴുതി വയ്ക്കുന്നില്ല എന്നതാണ് ഇത്തവണത്തെ എൻ്റെ പുതുവർഷ പ്രതിജ്ഞ. എന്താ കാരണം എന്നറിയോ? നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ കൂട്ടിക്കൂട്ടി വെച്ച് ആ ആഗ്രഹങ്ങളെല്ലാം സാധിത പ്രായമാവുമ്പോൾ ഞാൻ ജയിച്ചു എന്നും അത് സാധിച്ചില്ലെങ്കിൽ ഞാൻ തോറ്റു എന്നും സ്വയം വിലയിരുത്തുന്നതിൻ്റെ ആവശ്യകത പോലും ഇല്ല എന്ന് മനസ്സിനെ തീരെ കനമില്ലാതെ ഒരു പൂവ് വിരിയുന്ന അത്രയും ലാഘവത്വത്തോടെ പുതിയ വർഷത്തെ നോക്കിക്കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൂക്കൾ വിരിയുക മാത്രമല്ല, അത് കൊഴിയുകയും ചെയ്യുന്നുണ്ട്. അത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളെല്ലാവരും സ്വന്തം എന്ന ഒരു ചട്ടക്കൂടിനുള്ളിൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ ലാളിക്കുന്നവരാണ്. സ്വാനുതാപം, സെൽഫ് പിറ്റി എന്ന് പറയും. അത് ഒരു അതിര് കവിഞ്ഞാൽ കഷ്ടമായ ഒരു രോഗാവസ്ഥ തന്നെയാണ്. സെൽഫ് പിറ്റി, സ്വാനുതാപം, സ്വന്തം തോന്നുന്ന ഒരു അനുകമ്പ. അത് നമ്മളുടെ ഉള്ളിലേക്ക് മാത്രം നോക്കുന്ന ഒരു കണ്ണാടിയാവുമ്പോഴാണ്. ആ കണ്ണാടി നമ്മളിൽ നിന്നും തിരിച്ച് ലോകത്തിലേക്ക് വച്ചു നോക്കുമ്പോൾ നമ്മളോട് നമ്മൾ എന്തിനാണ് അത്രയധികം അനുകമ്പ കാണിക്കുന്നത്? അത് മറ്റ് ജീവജാലങ്ങളോട് കൂടി കാണിക്കുവാനുള്ള ഒരു വലുപ്പം നമ്മുടെ മനസ്സിന് നമ്മൾ തന്നെ നൽകുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ തോൽവികളെ നമ്മളങ്ങ് വിട്ടുകളയും. എനിക്ക് അതാവാൻ പറ്റിയില്ല, എനിക്ക് ഇതാവാൻ പറ്റിയില്ല, എനിക്ക് അങ്ങനെ ആവണമായിരുന്നു, എനിക്ക് ഇങ്ങനെ ആവണമായിരുന്നു, എങ്ങനെയുള്ള ഒരുപാട് ഭാരങ്ങളെ നമ്മളങ്ങ് വിട്ടുകളയും, ഒഴുക്കിക്കളയും. അപ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ഒരു സമാധാനം, കനം ഇല്ലായ്മ, ഭാരം ഇല്ലായ്മ. ഇത് ഒരു കഥയുമായി വിളക്കി ചേർത്ത് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ വേഗം മനസ്സിലാവും. നമ്മളെല്ലാവരും ഞാനിത് ചെയ്താൽ എനിക്കെന്ത് ഗുണം എന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ചിന്തിക്കാത്ത മനുഷ്യരും ഈ ലോകത്തുണ്ട്. ഒരിക്കൽ ഒരു അമ്മയും കുഞ്ഞും വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അമ്മ ഇങ്ങനെ കുട്ടിക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. കുട്ടി അതെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുന്നു. അപ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ വഴിവക്കിൽ ഒരു മാവിൻ്റെ തൈ നടുകയാണ്. അപ്പോൾ ആ കുട്ടി ചോദിച്ചു, അമ്മേ, ആ അപ്പൂപ്പൻ എന്താ അവിടെ ചെയ്യുന്നേ? അമ്മ പറഞ്ഞു കൊടുത്തു, ആ മനുഷ്യൻ ഒരു മാവിൻ്റെ തൈ നടുകയാണ് മോനെ. കുട്ടിക്ക് കുട്ടിയുടേതായ കൗതുകത്തോടെ തീർത്തും ബാലിശമായി കുട്ടി അപ്പോഴൊരു ചോദ്യം ചോദിച്ചു, അമ്മേ, ആ കുഞ്ഞു മാൻ തൈ അത് വളർന്ന് അതിൽ മാങ്ങ ഉണ്ടാകുമ്പോൾ ആ അപ്പൂപ്പൻ ഉണ്ടാവുമോ? അയാൾ മരിച്ചു പോവില്ലേ? അയാൾക്ക്
തിന്നാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും അയാൾ എന്തിനാ അമ്മേ ആ വെയിലത്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ മാവിൻ തൈ നടുന്നത്? അമ്മയ്ക്ക് ഒരു നിമിഷം ഒന്നും പറയാൻ പറ്റിയില്ല. എന്തുത്തരമാണ് പറയേണ്ടത്? കാരണം ആ അമ്മയും നമ്മളിൽ ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ്. ഞാനിത് ചെയ്താൽ എനിക്കെന്ത് പ്രയോജനം? ഞാനിത് നട്ടാൽ ഇതിൻ്റെ കാ എനിക്ക് പറിച്ച് തിന്നാൻ പറ്റുമോ? ഞാനിത് നട്ടാൽ ഇതിൻ്റെ തണൽ എനിക്ക് കിട്ടുമോ എന്ന്, എനിക്കെന്താണ് ഇതിനെ കൊണ്ട് പ്രയോജനം, എനിക്കെന്ത് നേട്ടമാണ് ഇതിനെ കൊണ്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന നമ്മളെപ്പോലെയുള്ള വളരെ ശരാശരി ഒരു മനുഷ്യജീവി ആയതുകൊണ്ട് തന്നെ ആ അമ്മ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇതിൻ്റെ ഉത്തരം നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കിലും അമ്മ പറഞ്ഞു തരാം. കാരണം പെട്ടെന്നൊരു ഉത്തരം പറയാൻ അമ്മയ്ക്ക് ആവുന്നില്ല. അങ്ങനെ അവരെങ്ങനെ നടന്ന് വീടെത്താറാവുമ്പോഴേക്കിൽ അവരേതാണ്ട് തളർന്നു. നല്ല വെയിലുണ്ട്. കുറേ അങ്ങ് എത്തുമ്പോൾ ഒരു വലിയ മാവ്, അതിൻ്റെ ചോട്ടിൽ മാമ്പഴം. കുട്ടി വേഗം ഓടിപ്പോയി ആ മാമ്പഴം എടുത്തു. നല്ല മണമുള്ള മാങ്ങയാണ്, ഉറപ്പായിട്ടും നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും. കുട്ടി അത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് കുട്ടി നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുകയാണ്. അമ്മ കുട്ടിയോട് പറഞ്ഞു, ഇപ്പോൾ നീ ഓടിച്ചെന്നെടുത്ത ഈ മാങ്ങ, ഈ മാവ് പണ്ട് ഏതോ കാലത്ത് ഏതോ ഒരു മനുഷ്യൻ നട്ടതാവാം. നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എത്ര നാൾക്ക് ശേഷം എത്ര മനുഷ്യർ ഈ മാഞ്ചോട്ടിലൂടെ പോകുന്നു. എല്ലാ മാങ്ങാക്കാലത്തും ഇതുപോലെ വഴിപോക്കർക്ക് തണലും തണുപ്പും ഭക്ഷണവും നൽകിക്കൊണ്ട് ഈ മാവ് ഇവിടെയുണ്ട്. ഒരു കാലം കഴിയുമ്പോൾ ആ മാവിൻ്റെ ആയുസ് തീരും. അപ്പോഴേക്ക് നമ്മൾ നേരത്തെ കണ്ട ആ അപ്പൂപ്പനില്ലേ, ആ വൃദ്ധൻ, അയാൾ നട്ടുപിടിപ്പിക്കുന്ന ആ മാന്തൈ ഇതുപോലെ ഒരു മാവ് ആയി മാറും. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയിൽ നമ്മൾ ആസ്വദിക്കുന്ന തണലും നമ്മൾ രുചിക്കുന്ന മധുരവും ഏതെങ്കിലും മനുഷ്യർ ഏതോ കാലത്ത് നട്ടുപിടിപ്പിച്ചതാവാം. അതിൻ്റെ മധുരം എനിക്ക് വേണം, അതിൻ്റെ തണൽ എനിക്ക് വേണം എന്ന ശാഠ്യം ആ വൃദ്ധനായ മനുഷ്യന് ഉണ്ടെങ്കിൽ അയാൾ അതവിടെ നട്ടുപിടിപ്പിക്കില്ല. കാരണം ഇനി എനിക്ക് എത്ര നാൾ ആയുസ്, ഞാൻ എന്തിനാണിത് ചെയ്യുന്നത്? ഞാൻ ഈ മാന്തൈ നട്ടിട്ട് ഇതിൽ നിന്നൊരു മാങ്ങ പറിച്ച് തിന്ന് ഞാൻ ഇനിയും ഉണ്ടാവുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ലല്ലോ. ഞാൻ എത്ര നാളിനി ഉണ്ടാവും? ഞാൻ എന്തിനാണിത് ചെയ്യുന്നത് എന്ന് ആ മനുഷ്യൻ ഒരു നിമിഷം ചിന്തിച്ചിരുന്നുവെങ്കിൽ അയാളത് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളിലേക്ക് മാത്രം നോക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എനിക്കെന്താണ് ഇതിനെക്കൊണ്ട് ഗുണം, എനിക്കെന്താണ് ഇതിനെക്കൊണ്ട് ലാഭം, ഈ ഒരു സ്വാർത്ഥ ചിന്ത ഇത് പൂർണ്ണമായി ഒരു മനുഷ്യനിൽ നിന്ന് പോവില്ല. അങ്ങനെ പോയാൽ പിന്നെ നമ്മളില്ല. പൂർണ്ണമായിട്ടും സ്വാർത്ഥ ചിന്ത വെടിഞ്ഞാൽ പിന്നെ നമ്മൾ ആരായി? സന്യാസിമാരായി. സമ്യക്കായി എല്ലാം ന്യസിക്കുന്നവർ, ഉപേക്ഷിക്കുന്നവരാണ് സന്യാസിമാർ. നമ്മൾ സന്യാസിമാരല്ല. ഭൗതിക ഇഷ്ടങ്ങളെല്ലാം സൂക്ഷിക്കുന്ന സാധാരണ മനുഷ്യരാണ്. പക്ഷെ നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റും. എന്ത്? നമ്മളിലുള്ള ഇത്തരത്തിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള സ്വാർത്ഥ ചിന്തകളെ നമുക്കൊന്ന് നേർപ്പിക്കുവാൻ പറ്റും. ഒന്ന് ചുരുക്കി നമ്മളിൽ ഉള്ള പരാർത്ഥം, അന്യർക്കു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അന്യർക്കു വേണ്ടി എനിക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നും ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരു ചെറിയ തൈ നട്ടുപിടിപ്പിക്കാം. നമ്മൾ മരിച്ചു കഴിഞ്ഞും ആ തൈ വളർന്ന് വലിയ തണലാവുകയും കുറേ പക്ഷികൾക്ക് കൂടാവുകയും കുറേ വഴിയാത്രക്കാർക്ക് ഒന്ന് ഇളവേൽക്കുവാൻ, ഒന്ന് വിശ്രമിക്കുവാൻ ഒരു തണലാവുകയും കുറേ വിശക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണമാവുകയും ചെയ്യുന്ന ഒരു വലിയ വൃക്ഷം അവിടെ രൂപപ്പെടുന്നു. അപ്പോൾ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് വലിയ ഒരു ലിസ്റ്റ് എഴുതി വയ്ക്കുകയല്ല എൻ്റെ തീരുമാനം. പകരം സ്വാർത്ഥത്തിൻ്റെ ആ ചെറിയ വൃത്തത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് കുറേ കൂടി വിശാലമായി മനുഷ്യരിലേക്ക് എങ്ങനെ എത്താം എന്ന് കാഴ്ചപ്പാടിനെ, പ്രതീക്ഷകളെ, പ്രയത്നങ്ങളെ വിപുലീകരിക്കുക, വലുതാക്കുക. അതിന് വലിയ ഭൗതികമായ സമ്മാനങ്ങളൊന്നും മനുഷ്യർക്ക് കൊടുക്കണമെന്നില്ല. കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. അതൊന്നുമില്ലെങ്കിലും മനോഹരമായ ഒരു ചിരി, അക്കിത്തത്തിൻ്റെ
കവിതയിൽ അദ്ദേഹം 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിത തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്: ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഹൃദയത്തിലുലാവുന്നു. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യ നിർമ്മല പൗർണമി. ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന നമ്മുടെ വർത്തമാനങ്ങളിലും ഈ കവിത, ഈ വരികൾ എത്രമാത്രം പ്രസക്തമാണ്. നമുക്ക് ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാം. എതിരെ വരുന്ന ഒരു മനുഷ്യനോട് നമുക്കൊന്ന് ചിരിക്കാൻ ശ്രമിക്കാം. നമ്മൾ ഏറ്റവും ചെലവില്ലാത്ത സമ്മാനം, ഏറ്റവും ചെലവില്ലാത്ത സഹാനുഭൂതി, സഹജാവബോധം, സാഹോദര്യം, ഇതെല്ലാം ചിരിക്കുകയാണ്. ചിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം അവരുടെ ഹൃദയത്തിനോട് എന്തോ ഒന്ന് സംവദിക്കുന്നുണ്ട്. അത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ചിരിയാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരാളുടെ സങ്കടം കാണുമ്പോൾ നമ്മുടെ കണ്ണുകളും ഈറനാവുന്നു. ചിരിക്കുന്നതും കരയുന്നതും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ്. നമ്മൾ ചിരിക്കുമ്പോൾ 4 ആൾ കാണുകയും കരയുമ്പോൾ ആരും കാണാതെ ഒളിച്ചിരുന്ന് കരയണം എന്നൊന്നുമില്ല. ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നു, കരയുമ്പോൾ മനസ്സിന് സങ്കടമാണ്. ഈ 2 ഭാവങ്ങളും രാത്രിയും പകലും പോലെയാണെന്നേ ഉള്ളൂ. അത് വാസ്തവമാണ്. പകലുണ്ടെങ്കിൽ രാത്രിയുമുണ്ട്, സന്തോഷമുണ്ടെങ്കിൽ സങ്കടവുമുണ്ട്. അപ്പോൾ പറഞ്ഞത്, നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ മനുഷ്യരും വളരെയധികം പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് പുതിയ വർഷത്തെ. പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഓരോരുത്തരിലും ഉണ്ടാവും പുതിയ പുതിയ സ്വപ്നങ്ങൾ. 2025 നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ 2026 വാസ്തവമാവണം, യാഥാർത്ഥ്യത്തിൽ വരണം, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിനിടയിൽ ഒരു നിമിഷം നമ്മളിൽ മാത്രം ഇങ്ങനെ ആത്മാനുതാപം അല്ലെങ്കിൽ സ്വാനുകമ്പ എന്ന ഒരു വൃത്തത്തിൽ നിന്നും നമ്മൾ പുറത്തു കടന്ന് ഒരുപാട് സഹജീവികൾ, അവരിലേക്ക് എങ്ങനെ എത്താം? ചെറിയൊരു കാറ്റ് പോലെ, ഒരു തുള്ളി മഴ പോലെ, ഒരു പുഞ്ചിരി പോലെ എങ്ങനെ അവരിലേക്ക് എത്താം എന്നതുകൂടി നമ്മൾ പരിശീലിക്കുന്നത് നന്നായിരിക്കും. കാരണം മാനവികത എന്ന് പറയുന്നതാണ് ഏറ്റവും മനോഹരമായ കവിത. മാനവികത എന്ന് പറയുന്നതാണ് ഏറ്റവും ദൈവികമായ വാസ്തവം. എല്ലാ മനുഷ്യരിലേക്കും നന്മയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ നല്ല ഭാഷ, അത് ഒരു ചിരിയായി, ഒരു പ്രകാശമായി, ഒരു തുള്ളി ഉറവ പോലെ എത്തുന്ന കരുണയായി തെളിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും പുതുവർഷം നന്മയായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.